ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കങ്ങരപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം ഗ്രാൻഡ് വില്ലയുടെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് വരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വില്ല തന്നെയാണിത്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 3.5 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് അഥവാ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്റർ മാത്രമാണ്. ഈ വീടിൻ്റെ ഇരുവശത്തു കൂടിയും മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജ് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഫേസിംഗ് ഉള്ള വീടായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്തുകൊണ്ടുള്ള അതിമനോഹരമായൊരു ചുറ്റുമതിൽ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. കൂടാതെ വീടിന് മുന്നിലായി തന്നെ ഡ്രെയിനേജ് സൗകര്യവും ഇവിടെ നമുക്ക് കാണാം. വീടിൻ്റെ ചുറ്റുമതിൽ മുഴുവനായി തന്നെ ക്ലാഡിംഗ് സ്റ്റോൺ വർക്കുകൾ നൽകിയിട്ടുണ്ട്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ബാംഗ്ലൂർ സ്റ്റോണുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ മുറ്റം മുഴുവനായി തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് പല ഭാഗങ്ങളിലായി ചെറിയ ചെറിയ ഗാർഡൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ തീർത്തൊരു ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വീടിൻ്റെ ദർശനവും മെയിൻ ഡോറിൻ്റെ ദർശനവും വരുന്നത് കിഴക്ക് ദിക്കിലേക്ക് തന്നെയാണ്. തേക്കിൻ തടിയിൽ തീർത്ത മനോഹരമായൊരു മെയിൻ ഡോറും നമുക്കിവിടെ കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ലൊരു പാർട്ടീഷൻ വർക്കൊക്കെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ എൻട്രൻസിലായി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഈ ഏരിയ ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയ ആയിട്ടാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഷാൻലിയറൊക്കെ ഈ ഭാഗത്തായി കൊടുത്തിരിക്കുന്നതും നമുക്ക് കാണാം. ഡബിൾ ഹൈറ്റഡ് ഏരിയയോട് തൊട്ട് ചേർന്ന് വരുന്ന വാളിലായി നല്ലൊരു ടെക്സ്ചർ വർക്കൊക്കെ നമുക്കിവിടെ കാണാം. ആവശ്യത്തിന് വെന്റിലേഷനുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത വളരെ വലിയൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടീക്വുഡ് ഡിസൈനിൽ വരുന്ന മൈക്കൊക്കെ നൽകി വളരെ ഭംഗിയാക്കി തന്നെ TV യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് ഇവിടിൻ്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിറ ബ്രാൻഡിൻ്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിന് ബാക്ക്ഗ്രൗണ്ടിലായി സിമൻറ്റ് ഫിനിഷ് ടെക്സ്ചർ നൽകിയിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതിൻ്റെ കൂടെ റൗണ്ട് LED മിറർ കൂടി വരുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. മൾട്ടിവുഡിൽ തീർത്ത വളരെ വലിയൊരു പാർട്ടീഷൻ വർക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ക്രോക്കറി യൂണിറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബീജ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നതും. നാനോ വൈറ്റ് ടൈലുകളാണ് കിച്ചൺ ടോപ്പായി യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പ്ലെയിൻ സീലിംഗ് വർക്കൊക്കെ നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലും കാണാനാവുന്നുണ്ട്. കിച്ചന് പുറമെ ഇവിടെ നല്ലൊരു വർക്ക് ഏരിയയും ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് ഒക്കെ കൊടുത്ത് മുഴുവനായി തന്നെ കവർ ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വർക്ക് ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഈ വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഫർണിഷ്ഡ് ബെഡ്റൂം ആക്കിയാണ് ബിൽഡർ ഈ റൂം ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് അടക്കം വരുന്ന ഒരു കിങ് സൈസ് കോട്ട് തന്നെയാണ് ബിൽഡർ ഇവിടെ ഇൻബിൽഡായി സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം.
സിറ ബ്രാൻഡിൻ്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടൈൽ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നമുക്കിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒരു പ്രത്യേക ഡിസൈൻ നൽകിയിരിക്കുന്ന കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അതിനുകൂടെയായി വുഡൻ ഫ്ലോറിങ്ങും പ്രൊഫൈൽ LED വർക്കും കൂടി വരുമ്പോഴുള്ള ഭംഗി ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സ്റ്റെയർവേ വരുന്ന വാളിലായി വലിയൊരു ടെക്സ്ചർ ഡിസൈൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനുകൂടെയായി ഒരു പറഗോള ഡിസൈനും നമുക്കിവിടെ കാണാം. നല്ല രീതിയിൽ തന്നെ വെട്ടം വീടിനകത്തേക്ക് ലഭിക്കുന്നതിനായി ഇത് സഹായിക്കുന്നുണ്ട്. വളരെ വിശാലമായൊരു വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഇവിടെയും മൾട്ടിവുഡിൽ തീർത്തൊരു നല്ലൊരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ചെറിയൊരു പാർട്ടീഷൻ നൽകിക്കൊണ്ടാണ് ഇവിടെ സ്റ്റഡി ഏരിയയോ യൂട്ടിലിറ്റി ഏരിയയോ ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു റൂം കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ടുള്ള സ്റ്റഡി ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും നമുക്ക് കാണാം. നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഗ്രൗണ്ട് ഫ്ലോറിലെ വലിയ ബെഡ്റൂമിലേതുപോലെ തന്നെ ഇവിടെയും ഒരു ഇൻബിൽഡ് കോട്ടൊക്കെ കൊടുത്ത് വളരെ ഗ്രാൻഡാക്കി തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു കോട്ട് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിലും കാണാം. ഗ്രൗണ്ട് മുതൽ സീലിംഗ് വരെ ടച്ച് ചെയ്തുകൊണ്ടുള്ള 3 പാളിയിലുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമായ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 16 അടിയോളം നീളത്തിലുള്ള വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം. എത്ര വലിയ കോട്ട് വേണമെങ്കിലും സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. നല്ലൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ബെഡ്റൂമിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇവിടെ ഒരു ബാൽക്കണി കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. 2 പേർക്കൊക്കെ ഇരിക്കാവുന്നത്ര ചെറിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വളരെ വിശാലമാക്കി തന്നെയാണ് ഈ വീടിന്റെ മെയിൻ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽ നൽകിക്കൊണ്ട് സേഫാക്കി തന്നെയാണ് ഇവിടെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു ആട്ടുകെട്ടിലേക്ക് ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ ബാൽക്കണി നൽകിയിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 100% ഒരു പ്രൈം റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ വിലയാണ് ഇനി പറയാൻ പോകുന്നത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.